കൂട്ടുകാർക്കും ഒരു തകർപ്പൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഞണ്ട് റോസ്റ്റ് ആട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റാണ്. ആരും തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളത് അത്രയ്ക്കും കറക്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ആരെങ്കിലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, വീഡിയോ ഇഷ്ടമായാൽ. എന്നാൽ ഉടനെ പോകുന്നുള്ളൂ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ കിച്ചണിലേക്ക്. ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് 1.25 കിലോ ഞണ്ടാണ്. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കാല് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കുവാണ്. തീ കത്തിക്കാം. എന്നിട്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 ഇടത്തരം സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാകും. നല്ല വലിപ്പമുള്ള സവാളയാണെങ്കിൽ. പിന്നെ ഈ സവാള നമുക്ക് നല്ല സ്മാഷായിട്ട് കിട്ടുക എന്നുള്ള ഉദ്ദേശം, അതുകൊണ്ട് തന്നെ ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ടിട്ട് അതുകൂടി ഇടാം. 2-3 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഇടാവൂ, ഇല്ലെങ്കിൽ ഞണ്ടിന് രുചി കുറയും. അപ്പോൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ ചതച്ച മുളകും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുമ്പോൾ, അതായത് നല്ല ലോയിൽ വയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്രേവി പോലെ കിട്ടുമ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവി കിട്ടാനും ഒരു പുളി രസം കിട്ടാനുമാണ്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും റോസ്റ്റിന് വേണ്ടി. എന്നിട്ട് ഞണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് റെക്കോർഡായില്ല, ഇട്ട് കൊടുക്കുന്ന സീൻ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ആ മസാലക്കൂട്ടും അതിനകത്തേക്ക് ഞണ്ട് കഷ്ണങ്ങളുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം തന്നെ ഇത് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ചില ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് ആദ്യം നോക്കണം. അപ്പോൾ ഇതെന്തായാലും അങ്ങനെ വരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ 1 കപ്പ് അളവിൽ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഏകദേശം ഒരളവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് കുറച്ച് കറിവേപ്പില അധികം തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ റെസിപ്പിയിലേക്ക് കറിവേപ്പില ആവശ്യത്തിലധികം വേണ്ടി വരും, നല്ല ഫ്ലേവർ കിട്ടാനാണ്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് സമയം ആദ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്യുക. അടച്ച് വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് വയ്ക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് നന്നായിട്ട് തിള വരുന്നുണ്ട്. ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കളറും നല്ല സ്മെല്ലും ഒക്കെ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂടി വെച്ചാൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി നോക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഞണ്ട് അടി പിടിക്കുന്ന ഒരു സാധനമാണ്. അപ്പം മൺചട്ടിയും കൂടി ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ. അപ്പം ഇനി ഒരു 2-3 മിനിറ്റും കൂടി ഞാൻ വയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു 8 മിനിറ്റ് വരെയൊക്കെ വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ അച്ചാറൊന്ന് വറ്റണം. ഈ ഒരു അളവിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടി ഡ്രൈ ആവും. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിനകത്ത് കുറച്ചുകൂടി ടിപ്സൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ചട്ടിയുടെ ചൂടിലിരുന്ന് ഇങ്ങനെ തിളക്കുക കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒന്ന് മറിച്ചൊക്കെ കൊടുത്തിട്ട് ഉപ്പ് നോക്കാം. ഉപ്പ് പോരാത്തതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയാണ് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, പച്ച വെളിച്ചെണ്ണ. എന്നിട്ട് കുറച്ചുകൂടി കറിവേപ്പില അങ്ങോട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി വന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. നല്ല സ്മെല്ലും ടേസ്റ്റും എല്ലാം ഉള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ്. അപ്പം നമ്മൾ ഞണ്ട് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മൺചട്ടിയിലൊക്കെ തന്നെ സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതിലേക്കൊന്ന് സെർവ് ചെയ്യുകയാണേ. നല്ല ഗ്രേവി ആട്ടോ കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ഗ്രേവിയാണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എരിവും മസാലകളും എല്ലാം കറക്റ്റാണ്. ഭയങ്കര ഒരു ടേസ്റ്റും ഉണ്ട്. പിന്നെ ഈ ഒരു റോസ്റ്റിന് ആക്ച്വലി ഞണ്ടൊന്നും കഴിക്കണമെന്നില്ല. ഇതിൻ്റെ ഗ്രേവിയിലുണ്ട് എല്ലാ ടേസ്റ്റും. ഞണ്ടിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റും ഗ്രേവിയുടെ ടേസ്റ്റും മസാലയിലുണ്ട്. അപ്പോൾ മസാലക്കൂട്ട് ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ അളവിൽ അത്രയ്ക്കും ടേസ്റ്റായിട്ട് നിങ്ങൾക്കിത് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ? എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്.
പിന്നെ കമൻറ്റ് ചെയ്യാനും ആരും മടി കാണിക്കണ്ട, ഷെയർ ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതിക്കൊണ്ട് എല്ലാവർക്കും നന്ദി, ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന്. ഇനി ഞാൻ അടുത്തൊരു ഇതിലും തകർപ്പനൊരു വീഡിയോയുമായിട്ടായിരിക്കും വരുന്നത്, ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ അതുവരേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.